നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി M സ്വരാജിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. യുവത്വത്തിന്റെ നേതാവ് കൂടിയാണ്. ഒരു കാലഘട്ടത്തിൽ നിലമ്പൂർ എന്ന മണ്ഡലം കോൺഗ്രസിന്റെ കുത്തകയാണെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ 1965-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇടതിന് സ്വാധീനമുള്ളൊരു മണ്ഡലം കൂടിയാവുന്നുണ്ട് നിലമ്പൂർ നിയമസഭ മണ്ഡലം. പക്ഷേ ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് അത് PV അൻവർ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ആ മണ്ഡലത്തെ എത്തിച്ചപ്പോൾ M സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ നിലമ്പൂരിന്റെ ആവേശം അത് കാണേണ്ടത് തന്നെയാണ്. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, ഏറ്റവും മികച്ച വിഷയങ്ങൾ അത്രയും ആഴമായി പഠിച്ച് ആശയം ഉൾക്കൊണ്ട് അവതരിപ്പിക്കാനുള്ള M സ്വരാജ് എന്ന നേതാവിന്റെ കഴിവ് അത് എതിരാളികളിൽ പോലും അത്ഭുതമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. ഇപ്പോൾ M സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ആ നിലമ്പൂർ ജനതയുടെ ആവേശം എന്തെന്ന് കൂടി അറിയേണ്ടതുണ്ട്. KT സ്വാലിഹുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാലിഹ്, ഒരു ഘട്ടത്തിൽ അത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നെങ്കിൽ കൂടി ഇടതിന് സ്വാധീനം ഉള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തുമ്പോൾ നിലമ്പൂർ എന്താണ് പറയുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. സ്വാലിഹ്. തീർച്ചയായും വർഷ, നമുക്ക് അറിയാം ഇന്ന് 10:32 M സ്വരാജ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത്. വലിയ സ്വീകരണം, ഇന്ന് ഉച്ച കഴിഞ്ഞാണ് റോഡ് ഷോ ഒക്കെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ വലിയ ഒരു റോഡ് ഷോ ആയി ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് M സ്വരാജ് നഗരത്തിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് അദ്ദേഹം ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതേസമയം തന്നെ UDFന്റെ നോമിനേഷൻ നൽകുന്നത് ഇന്നായിരുന്നു. അതിൻ്റെ ജാഥയും ഇതുവഴി കടന്നുപോയത് നമ്മൾ കണ്ടതാണ്. UDFിലെ വലിയ നേതാക്കൾ മലപ്പുറം ജില്ലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകാൻ പോകുമ്പോൾ UDFിലെ പ്രമുഖരായ നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, പ്രമുഖരായ നേതാക്കൾ ആരും തന്നെ ആ ജാഥയിൽ പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസ് നേതാക്കളായ AP അനിൽകുമാറും DCC പ്രസിഡന്റ് VS ജോയിയുമാണ് ഒപ്പമുള്ളത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് ഹമീദ് മാസ്റ്ററും അതോടൊപ്പം തന്നെ PK ഫിറോസും മാത്രമാണ് പങ്കെടുത്തത്. അതേസമയം PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള, KPA മജീദിനെയൊക്കെ പോലുള്ള വളരെ പ്രമുഖരായ നേതാക്കൾ, ജില്ലയിലെ MLA മാർ, ഇവരാരും തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സമയത്ത് ഒരു നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പോലും ആ ജാഥയിലൊപ്പമില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ കൊടികളും വളരെ കുറവാണ്. നമുക്ക് പൊതുവിൽ മലപ്പുറം ജില്ലയിലെ ഒരു ആവേശം, UDFിൻ്റെ ഒരു ആവേശം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ കൊടികളും ആവേശവും ഒക്കെ പതിവ് പോലെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ അതൊക്കെ ഇത്തവണത്തെ ഈ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പോലും നാമമാത്രം, വളരെ പേരിന് മാത്രം 1-2 കൊടികളും 2 നേതാക്കളും മാത്രമാണ് ഉണ്ടായത്. അതും ജില്ലയിലെ നേതാക്കൾ ആരും തന്നെ, പ്രമുഖരായ നേതാക്കൾ, മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ അതിൽ പങ്കാളികളല്ല എന്നതാണ് കൗതുകകരമായ കാര്യം. ഏതായാലും ഈ ഒരു വലിയ ആവേശത്തിലേക്ക് നിലമ്പൂർ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ കോടതിപ്പടിയിൽ നിന്ന് M സ്വരാജിൻ്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. അത് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും 7 പഞ്ചായത്തുകളിലും ഇന്ന് എത്തും. ഇന്നലെ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ ഗ്രാമങ്ങളിലെല്ലാം പ്രകടനങ്ങളും മറ്റുമായി ആളുകൾ സ്വയമേ എത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത്രമേലൊരു ആവേശം പാർട്ടി ചിഹ്നത്തിലൊക്കെ മത്സരിക്കുമ്പോൾ നിലമ്പൂരിലെ ഇടതുമുന്നണി പ്രവർത്തകർക്ക് ഉണ്ട്. വർഷ, അതാണ് സ്വാലിഹ. ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ റോഡ് ഷോയിലടക്കം സ്വാലിഹ പറഞ്ഞ പോലെ തന്നെ ലീഗ് നേതാക്കളെല്ലാം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം, പ്രധാനപ്പെട്ട ഒരു നേതാക്കളും ഇല്ല എന്നുള്ളതാണ്. അവിടെയാണ് M സ്വരാജ് എന്ന ആ നേതാവിന്റെ വരവേൽപ്പ് നാം ഒന്ന് കാണേണ്ടത്. എന്നും ഹൃദയപക്ഷത്താണ് M സ്വരാജ്, നിലമ്പൂരിൽ ജനപക്ഷത്താണ് M സ്വരാജ് എന്ന് തെളിയിക്കുന്ന ഒരു റോഡ് ഷോയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ UDFിൽ PV അൻവറുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും തർക്കങ്ങളും നടക്കുകയാണ്. ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയെ ചുമതലപ്പെടുത്തിയിരുന്നു. മുസ്ലിം ലീഗ് ഇതിലൊരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹം ഈ അൻവറിനെ UDFിൽ കൊണ്ടുവരണം എന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് ഈ ചർച്ചകളിലെല്ലാം സ്വീകരിച്ചിരുന്നു. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെവിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ
ഇത്തരം ഒരു പരിപാടിയിൽ നിന്ന് മാറി നിന്നത്. അതോടൊപ്പം തന്നെ തീർച്ചയായും പി വി അബ്ദുൽ വഹാബ് MP ഈ നിലമ്പൂർ സ്വദേശിയാണ്, നിലമ്പൂർക്കാരനാണ്, രാജ്യസഭാ MP ആണ്. അദ്ദേഹം പോലും ഇവിടുന്ന് തൊട്ടടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ. അദ്ദേഹം പോലും ഈ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ, ഒരു പ്രകടനമായി പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി ഇല്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായും UDF-ൽ വലിയ തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനായുള്ള ജാഥ പോലും. വർഷ സ്വാൽഹി, അതാണ് ഈ ആനുകാലിക വിഷയങ്ങളൊക്കെ പഠിച്ച് അതേ രാഷ്ട്രീയ ചടുലതയോടെ അവതരിപ്പിക്കുന്ന സ്വരാജ് എന്ന സ്ഥാനാർത്ഥി, സ്വരാജ് എന്ന നേതാവ് രാഷ്ട്രീയ എതിരാളികളിൽ പോലും അത്ഭുതം ഉളവാക്കിയിട്ടുണ്ട് എന്നത് കൂടിയുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസിന്റെയൊക്കെ ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു, സ്വരാജ് മത്സരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, കോൺഗ്രസ് ചോദിച്ചു വാങ്ങിയതാണ് സ്വരാജ് എന്ന ശക്തമായ സ്ഥാനാർത്ഥി എന്നത് കൂടിയുണ്ട്. തീർച്ചയായും ഈ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ പ്രദേശത്തുള്ള ഈ നാട്ടുകാർക്കെല്ലാം വലിയ ആവേശവും അഭിമാനവുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെല്ലാം നേരത്തെ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് നമുക്ക് ഇന്നത്തെയൊക്കെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറ്റ് മാധ്യമങ്ങളെല്ലാം പല പേരുകളും ഉയർത്തിയിരുന്നു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്. ആ സമയത്തെല്ലാം ആളുകൾ വലിയ പ്രതീക്ഷയോടെ സ്വരാജ് എത്തുമെന്ന് കാത്തിരുന്നു എന്ന് വേണം ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ. അതോടൊപ്പം ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരം ആളുകൾ നടന്ന് ഈ ജാഥയുടെ ഭാഗമായി ഈ നഗരത്തിലൂടെ കടന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രമേലൊരു ആവേശം ഇടത് കേന്ദ്രങ്ങളിലുണ്ട്, ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിലുണ്ട്. ഇതെല്ലാം വലിയ പ്രതീക്ഷ നിലമ്പൂരിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഉണ്ട്. വർഷ ഇത്തവണ അങ്ങനെ സ്വന്തം നാട്ടിൽ മത്സരിക്കുകയാണ് സ്വരാജ് എന്ന സ്ഥാനാർത്ഥി. നിലമ്പൂരിന്റെ സ്വന്തം മണ്ണിൽ മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് നൽകുന്ന ആവേശം അത് അതിഭംഗിയുള്ളൊരു സ്വീകരണം തന്നെയാണ് സ്വരാജിന് നിലമ്പൂർ ജനത നൽകിയത് എന്നത് കൂടിയുണ്ട്.